ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സമ്മർ സമയത്ത് എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് കാണിച്ചു തരാം. ഞാൻ ചെമ്പരത്തിൻ്റെ ഇലയും പൂവും മുട്ടും കൂടി കുറച്ച് വെള്ളത്തിലിട്ട് ഞെരടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊരു 4 ചെറിയുള്ളി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ച് വെച്ചേക്കോട്ടെ മിക്സിയുടെ ജാറിൽ. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതിനുശേഷം എണ്ണ തയ്ക്കാൻ പോകും. എണ്ണ ഏകദേശം തീർന്നു കേട്ടോ. പക്ഷേ എന്നാൽ ഇന്നത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം എണ്ണ ഒന്ന് തൊട്ട് വരട്ടിയാൽ മതി. നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഹെയർ പാക്ക് അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. എണ്ണ തൊട്ട് വരട്ടിയാൽ മതി. കാര്യം നമ്മൾ താളി അരിച്ചാണ് തേക്കുന്നത്, തിക്കായിട്ടുള്ള പാക്കൊന്നുമല്ല. അപ്പോൾ അത്ര എണ്ണ മതി കേട്ടോ. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തേക്കുകയാണ്, വേറെ എണ്ണ ഇനി ഉണ്ടാക്കണം. അപ്പോൾ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞ് മുടി ഒന്ന് നന്നായിട്ട് മേളിൽ നിന്ന് അറ്റം വരെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ എണ്ണ കുറച്ചെടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈറ്റായിട്ടുള്ള പാക്ക്, അതായത് ലിക്വിഡ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഒരുപാട് എണ്ണ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകി കളഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തലയൊക്കെ വേർക്കുന്ന സമയത്ത്, പിന്നെ എക്സ്ട്രാ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തലയിൽ താരൻ ഉണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും, ഹെയർ ഫോൾ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ എത്ര എണ്ണ തേക്കുന്നോ അത് കുറച്ച് തലയിൽ ഇരുന്നിട്ട് ബാക്കി എക്സ്ട്രാ അധികം ആവശ്യമില്ലാത്ത എണ്ണ ഹെയറിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ എനിക്കിന്ന് ഞാൻ എപ്പോഴും ഓവറായിട്ട് ചെയ്യില്ല. എന്താണോ പാക്ക് അനുസരിച്ചിട്ടാണ് ഓയിലിംഗ് ചെയ്യാറുള്ളൂ കേട്ടോ. ഹെവി പാക്കിന് ഹെവി ആയിട്ട് ഓയിലിംഗ് ചെയ്യും, ലൈറ്റ് പാക്കിന് അതനുസരിച്ച്. അപ്പം മുടിയിലേക്ക് സ്കാൽപ്പിലേക്ക് ഒന്ന് തൊട്ട് വരട്ടി കൊടുക്കാം കേട്ടോ. മുടിയുടെ അറ്റത്തേക്ക് പ്രത്യേകം ഇടാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം നമ്മുടെ മുടിയുടെ അറ്റം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റൻസ് വരും, അത് മേളിലേക്ക് കയറും, പിന്നെ മുടി ഡ്രൈ ആവും, മുടി പൊട്ടിപ്പോവും, മേളിലും താഴെന്ന് ഒരുപോലെ തിക്നെസ് ഇല്ലാതെ ഇരിക്കും കേട്ടോ. നമ്മൾ എത്ര മുടി വെട്ടിയാലും നമ്മൾ മുടി ഹെയർ കെയർ ചെയ്യുന്നത് പുറമേ നിന്നും ഉള്ളിൽ നിന്നും ചെയ്യണം. നമ്മൾ വൈറ്റമിൻ എ കണ്ടൻ്റൊക്കെ ഉള്ള ഫുഡ് കഴിക്കണം. ചീര നന്നായിട്ട് കഴിക്കണം, പച്ചക്കറികൾ, ഇലക്കറികൾ എല്ലാം നന്നായിട്ട് കഴിക്കണം കേട്ടോ. കാര്യം ഇത് നമ്മുടെ സ്കാൽപ്പിലെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ നല്ലോണം ഉണ്ടാവാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലോണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പ് ഓവർ ഡ്രൈ ആവാതിരിക്കാനൊക്കെ ഇത്തരത്തിലുള്ള ഫുഡുകൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഉള്ളിൽ നിന്ന് പുറമേ നിന്ന് ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇനി എണ്ണ തൊട്ട് പറ്റിയതിന് ശേഷം ഞാൻ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുള്ളിയുടെ നീര് തലയോട്ടിൽ മുഴുവൻ തേച്ച് കൊടുക്കും. അത് മുടിയിലേക്ക് തേക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മുടെ താളി ആ ഞെരടി വെച്ചിരിക്കുന്നത് അരിച്ചിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ ഷാമ്പൂ ഇടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.